മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരാൾ എഴുതിയിരിക്കുകയാണ്, ഓവർ തിങ്കിങ്, സബ് കോൺഷ്യസ് മൈൻഡ്, ശുഭാപ്തി വിശ്വാസം, ഇങ്ങനെ കുറേ വാക്കുകൾ എഴുതിയിട്ട് ഇവയ്ക്കൊക്കെ തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ചോദ്യം. ഇപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം, നെഗറ്റീവ് ചിന്ത, പോസിറ്റീവ് ചിന്ത എന്നുള്ള വേർതിരിവല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുവോ അതുപോലെ ഒരു ബൂമറാങ് പോലെയോ ഒരു ഇക്കോ പോലെയോ തിരിച്ചു വരും. നമ്മൾ ഭയമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സംശയമാണ് കൊടുക്കുന്നത് എങ്കിൽ സംശയവും ഭയവും തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടേക്ക് എന്ത് കൊടുക്കണം അത് നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കാരണം നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് തിരിച്ചു വരും. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ശരിയാണ്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കൊടുക്കുന്ന ഊർജം അതേപടി നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. ആരോഗ്യവാൻ ആയിട്ട് നമുക്കിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം ആവശ്യം തന്നെയാണ്. ഇതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുറ്റവും നമ്മളുടേതല്ല മറ്റൊരാളുടേതാണെന്നുള്ള പഴികൾ, അതുപോലെ തന്നെ എനിക്കിങ്ങനെയാണ്, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ഭാവി ഇങ്ങനെയാണെന്ന് സ്വയം തമ്മിൽ തല്ലി, നമ്മളും മനസ്സുമായിട്ട് തമ്മിൽ തല്ലി കാലം കഴിക്കും. റിസൾട്ട് എന്താണ്? ഉത്തരവാദിത്വ ബോധമില്ലായ്മ, ഒരു നേട്ടമുണ്ടാകുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരല്ലാതെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവിടെ ധാരാളം ചിന്തകൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്നുണ്ട് പല ചിന്തകളും. ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലം പോലെ അത് വൃത്തിയാക്കിയിട്ട് നല്ല കാര്യങ്ങൾ അവിടേക്ക് കൊടുക്കുക എന്നുള്ളത് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അതിനെയാണ് പോസിറ്റീവ് ചിന്ത കൊടുക്കണം, അഫർമേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു വീണ ഇരിക്കുകയാണ്, ഇല്ലേ? വീണ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വീണ വിദ്വാൻ വന്നിട്ട് ആ കമ്പികളിലൊന്ന് മൃദുവായി തൊടുമ്പോൾ സമയത്ത് പ്രപഞ്ചം മുഴുവൻ നമുക്ക് നല്ല സൗന്ദര്യമുള്ള സന്തോഷമുള്ള ശബ്ദങ്ങൾ കേൾക്കും. ഈ വീണ എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ വന്ന് ആ കമ്പികളിൽ കൂടെ തൊടുകയാണെങ്കിൽ അരോചകമായ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് മാധുര്യമുള്ള സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവുകയും പ്രതീക്ഷകൾ വരികയും നമ്മൾക്കൊരു നല്ല നിലയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചെറുപ്പത്തിൽ അത്ര വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തിളങ്ങുന്ന പല മഹാന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്, അത് നമ്മൾ പരിശീലിക്കണം. അതിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, നമുക്കെന്താണ് ആവശ്യം, നമുക്കിതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ലഭിക്കുന്ന എല്ലാ അറിവുകളെയും കൂട്ടിച്ചേർത്തിട്ട് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നമുക്ക് നേടേണ്ടതിനെക്കുറിച്ച് നേടി എന്ന് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനും തലച്ചോറിനും അത് മനസ്സിലാക്കും. ഇത്തരം ചിന്തകൾ തലച്ചോറിൻ്റെ താളലയങ്ങളിലൂടെ കടന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇമോഷൻ വൈസ് ആയാലും റീസൺ വൈസ് ആയാലും നമ്മൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മനുഷ്യന് TQP എന്ന് പറയും, ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ. മൂല്യ അധിഷ്ഠിതമായ ഒരു മൂല്യ അവബോധത്തോടു കൂടിയ ഒരു ഉൾക്കാഴ്ച, നമ്മുടെ സ്വഭാവം, ശുഭാപ്തി വിശ്വാസം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളെല്ലാം കൂടി ചേർന്നുള്ള ചിന്താധാരകൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുമ്പം അവിടെയാണ് നല്ല പൂക്കൾ വിരിയുന്നത്, ഒരു പൂന്തോട്ടത്തിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് പോലെ. ഇപ്പോൾ അതല്ലാതെ ഒരു ക്രിട്ടിക്കിൻ്റെ മനോഭാവത്തോടു കൂടി കൊടുക്കുന്ന വാക്കുകളെയും വാചകങ്ങളെയും നമുക്ക് ശുഭാപ്തി വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, അത് ജൽപ്പനങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മളൊരു മുല്ല നടുന്നു. മുല്ല നടാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഈ മുല്ല കിളിർത്തു വരും,
നല്ല വള്ളികളൊക്കെ പിടിച്ച് നമുക്ക് പടർത്താനൊരു മരമൊക്കെ നമ്മളവിടെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ചട്ടിയിലൊക്കെ ഇങ്ങനെ കുറ്റിമുല്ല പോലെ വളർത്തി അത് പൂവിടും. പൂവിടുമ്പോൾ നല്ല മണമായിരിക്കും ഇവിടെയൊക്കെ അല്ലേ. നമുക്ക് തലയിൽ ചൂടാം, ഭഗവാന് മാല കെട്ടിയിടാം, അയൽവക്കക്കാർക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകൾ. വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നടുകയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യം പൂക്കച്ചവടക്കാരന് കൊടുക്കുകയും ചെയ്യാം. അതല്ലാതെ മുല്ല നടുന്നതിന് മുമ്പേ തന്നെ മുല്ല നട്ടു, മുല്ല വളർന്നു, മുല്ലപ്പൂ കിട്ടുന്നു, ഇത് മാർക്കറ്റിൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ആ പൈസ കിട്ടുന്നു, ഞാനത് വെച്ച് ഒരു വീട് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, ഇങ്ങനെ ഒരു ബന്ധവുമില്ലാതെ ഈ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ച് പോവുക. ഇവിടെ മുല്ല നട്ടിട്ട് പോലുമില്ല. ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ആവശ്യമില്ലാതെ കടന്ന് ചിന്തിക്കുക എന്നുള്ള പ്രവൃത്തിയില്ല അവിടെ. അതിൻ്റെ കൂടെ തന്നെ അയ്യോ ഞാനിങ്ങനെ മുല്ല നട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പടർന്നു പോകുമ്പം അവരത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആകെ പോയില്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്തയും. ഇത്തരം ചിന്തകളെയൊക്കെ കളയാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളെ നെഗറ്റീവാക്കും, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ തന്നെ പോയാൽ വരും കാലങ്ങളിൽ ഈ ചിന്തയിൽ കൂടെ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ എനിക്ക് വല്ല മാനസിക രോഗ ചികിത്സയ്ക്ക് പോകേണ്ടി വരുമോ? കാരണം യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കെന്താണ് ആവശ്യം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ അറിവ് വേണം, പരിചയം വേണം, പിന്നെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കേപ്പബിലിറ്റി എന്നൊക്കെ പറയും. അതിന് അപ്പുറമായിട്ട് എന്താണെന്നുള്ളത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഇതില്ലെങ്കിൽ എന്താണ്, ഈ നെഗറ്റീവ് ചിന്തയ്ക്ക് ശക്തി കൂടുമ്പോൾ നമ്മളെ അത് പുറകോട്ട് വലിക്കും. അപ്പോൾ ഈ ജഡ്ജ് ചെയ്യാനുള്ള കഴിവും മൂലവും തിരിച്ചറിയാനുള്ളതും ഒക്കെ ആയിട്ടൊരു നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു ദിവസം ആരംഭിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മുടെ വ്യക്തിത്വത്തിന് വേണ്ട മിനുക്ക് പണികളൊക്കെ നമ്മൾ ചെയ്യണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നാണ്. അത്തരം ചിന്താധാരയുള്ള ആളുകളുമായി സംസർഗം ഉണ്ടാകണം, അവരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ അവരുടെ അനുഭവങ്ങളും നമ്മളുടെ അനുഭവങ്ങളും കൂടെയുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നൊക്കെ പറയും, ഒരു സിലബസിൽ കൂടെ നമ്മൾ പോയി കഴിയുമ്പം നമുക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസം കൈമുതലായി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ജീവിതത്തെ നേരിടാനും സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച.